ഇത് കണ്ടോ, നമ്മുടെ തക്കാളികൾ വരുന്ന കണ്ടോ, എന്ത് ഇതായിട്ടാണ് വരുന്നതെന്ന് കണ്ടോ. നല്ല ആരോഗ്യത്തോടെയും നല്ല പച്ചപ്പോടെയും കൊല കുത്തിയിട്ടാണ് നമുക്ക് തക്കാളി ഇതിനകത്ത് പിടിക്കുന്നത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ എബിനുണ്ട്. എബിനെ കാണുന്നില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എബിൻകുട്ടൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എബിൻകുട്ടൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ മെറിൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഴ്ച 3 വീഡിയോ വെച്ച് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെറിനും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രീതിയിൽ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്സം സാൾട്ട് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് എപ്സം സാൾട്ട്? എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അപ്പം നമ്മുടെ ചെടികൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഏതൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കാമെന്നും ആണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെമിസ്ട്രി കാര്യങ്ങളൊന്നും കൂടുതൽ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ എനിക്കൊന്നും മനസ്സിലാവാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വലിയ ആധികാരികമായിട്ട് പറയുമ്പോൾ പറയാൻ എനിക്കും അറിയത്തില്ല. പക്ഷേങ്കിലും നമ്മുടെ കൃഷി ഓഫീസറുടെ അടുത്ത് ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ സംഭവം കിട്ടിയെന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കൃഷി ഓഫീസിൽ പോയപ്പോൾ അവർ നമുക്ക് കൃഷി ഓഫീസിൽ നമ്മളെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കുറേ വളങ്ങളൊക്കെ തന്നു. നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് 30 കിലോ, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു എല്ലുപൊടി 30 കിലോ. പിന്നെ നമ്മളത് പൈസ കൊടുക്കണം, പിന്നെ പൈസ നമുക്ക് പിന്നെ ഇനി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിച്ചു. പിന്നെ 2 കിലോ സ്യൂഡോമോണസ്, 2 കിലോ വിവേറിയ, അതുപോലെ എപ്സം സാൾട്ട്, പിന്നെന്തായിരുന്നു കെയുരക്ഷ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ലായിരുന്നു. എപ്സം സാൾട്ട് എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അത് വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ വളരെ ലളിതമായ രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഈ എപ്സം സാൾട്ട് എന്താ, ബിവേറിയ എന്താ, സൂഡോമോണാസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സൂഡോമോ എന്തുവാ എന്ന് കമൻസിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ സൂഡോമോൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഏറ്റവും സിംപ്ലിഫൈഡ് രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇവർ കറക്റ്റ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും ആ കാര്യങ്ങളും അതിൻ്റെ കറക്റ്റ് അളവും അളന്നും കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മമ്മിയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഈ സൂഡോമോണും ഈ വിവേറിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ കുറച്ച് ചാണകം ഇടുമായിരുന്നു, ചാരം ഇടുമായിരുന്നു. പിന്നെ എന്തുവായിരുന്നു ഇടുന്നത്? കുറച്ച് ചാരവും ആട്ടും കാഷ്ടോ കോഴിക്കാഷ്ടോ ഒക്കെ ഇതൊക്കെ തന്നെ ഇടത്തുള്ളായിരുന്നു. പിന്നെയാണ് ഈ രാസവളങ്ങളും മറ്റുള്ള ഈ വളങ്ങളെല്ലാം വന്നതും മനുഷ്യന് ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. പണ്ട് നമ്മുടെ വല്യപ്പച്ചന്മാർക്കൊന്നും ക്യാൻസറും അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് മനുഷ്യൻ ഇങ്ങനെ പ്രശ്നങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിവതും നമ്മൾ ജൈവ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം ജൈവ സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് എപ്സം സാൾട്ട് എന്ന് പറയുന്നത്. കണ്ടോ, പഞ്ചസാര തരി അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ ഉപ്പിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിപ്പം കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും വെച്ചേക്കാതെ ഇത് പിന്നെ മാറ്റി അല്ലെങ്കിൽ ഉയർത്തിയൊക്കെ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കണം. കുഞ്ഞുങ്ങളിത് പഞ്ചസാരയാന്ന് കരുതിയിട്ട് എടുത്ത് കഴിക്കാമെന്ന് ഇവിടെ വരരുത്. ഇത് മഗ്നീഷ്യം സൾഫേറ്റാണിത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്നതായ മൂലകങ്ങളൊക്കെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആണ് ഇപ്പോൾ അവർക്ക് കുരുടിപ്പ്, മഞ്ഞളിപ്പ്, അതുതന്നെ മൂടൊക്കെ ചീഞ്ഞു പോവുക ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്നതായ മൂലകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ വളർന്നു വരും. ഇപ്പം നൈട്രജൻ്റെ അഭാവം കൊണ്ട് അതുതന്നെ ഫോസ്ഫറസിൻ്റെ അഭാവം കൊണ്ട് ഒക്കെ ചെടികൾ, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ ചെടികൾക്ക് പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈട്രജൻ്റെ അഭാവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട്. ഡോളോമൈറ്റ്, മുട്ട പൊടിച്ചത് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ചെടികൾക്ക് ഫോസ്ഫറസിൻ്റെ കുറവിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവിന് നമ്മൾ ചാരം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് ഇതിൻ്റേതായ കുറവുകളൊക്കെ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്സം സാൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഈ കൃഷികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല പച്ചപ്പായിട്ടും അത് ഇട്ട് അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇട്ടപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ചെടികൾക്ക്, തക്കാളിക്ക്, മുളകിന് ഒക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിത് കാണിക്കുന്നത്. എപ്സം സാൾട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, 1 സ്പൂൺ നമ്മൾ മഗ്ഗിനകത്തോട്ട് ഇടുക. അതിലോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഉപ്പ് തന്നെ ആണല്ലോ, അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞോളും.
അപ്പോൾ നമ്മുടെ എപ്സം സാൾട്ട് നല്ലതുപോലെ ആ സ്പൂൺ വെച്ചൊന്ന് കലക്കി അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ ആ ബോട്ടിനകത്ത് ഇട്ട് വയ്ക്കരുത്, നനവോടുകൂടി നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇടരുത്, അതിനെ മാറ്റി വയ്ക്കുക. നമുക്കിനി സ്പ്രെയറിനകത്തോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഡയറക്റ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ എടുത്തിട്ട് ചെടിയുടെ ചുറ്റിനും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എന്ന് വെച്ചാൽ നമ്മളത് കലക്കിയിട്ട് അതിൻ്റെ സമൂലം ഇലയിലും പൂവിലും കായലും എല്ലാം നമുക്കത് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ കായൊക്കെ വരുന്നതിന് മുമ്പാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലത് ഇഷ്ടം പോലെ കായ ഉണ്ടാകും കേട്ടോ. തക്കാളിയിലൊക്കെ നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഇത് പൂവും കായും പച്ചപ്പും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ അടിയിൽ ഭാഗത്തുള്ള നമ്മുടെ ഈ പന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞയ്ക്കുന്ന ഇലയൊക്കെ നമുക്കങ്ങ് നുള്ളി കളഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. ഇതിനകത്തൊക്കെ ഇലയും പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഇലയുടെ ഈ ഓരോ ബ്രാഞ്ചസിൻ്റെ അടുത്തും ഒക്കെ നമുക്കങ്ങ് തളിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയിൽ ഞാൻ ഇത് കിട്ടിയ പാടെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റം ഉണ്ടാകും. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വലുപ്പത്തിലും ഇഷ്ടം പോലെ കൊല കുത്തിയാണ് പിടിക്കുന്നത്. ഞാൻ കാണിക്കാം, ഇതൊന്ന് തളിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ മുളക് തൈക്ക് ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതായ തക്കാളിയുടെ വിത്തെടുത്തിട്ട് കുഴിച്ചിട്ടതാണ്. ഇത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് മാസത്തിൽ 2 തവണ ഇത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 15-ന് നമ്മൾ തളിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ 30-ന് തളിക്കാം. ആ രീതിയിൽ നമുക്കത് തളിച്ചു കൊടുക്കാം. നമ്മുടെ മുളകാണ്. മുളകിനകത്തൊക്കെ നല്ലതുപോലെ പൂവൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. കണ്ടുണ്ട് നിറയെ മുട്ടുകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇതിനകത്ത് വെള്ളീച്ച ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആ മാജിക്കൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇലയൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മണ്ട ഭാഗത്തോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളൊരു മാജിക്കിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാജിക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വെള്ളീച്ച എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, ഇലയെല്ലാം നല്ല ക്ലീനായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്ക് ഇത് അതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഒരു അര സ്പൂൺ വീതം ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒച്ചിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. ഇതൊരു കുറ്റി അമരയാണിത്. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തക്കാളി നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല ആരോഗ്യത്തോടാണ് തക്കാളി വളർന്നു വരുന്നത്. ഇഷ്ടം പോലെ പൂവായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ തക്കാളികൾ വരുന്നത് കണ്ടോ, എന്ത് ഇതായിട്ടാണ് വരുന്നതെന്ന് കണ്ടോ. നല്ല ആരോഗ്യത്തോടെയും നല്ല പച്ചപ്പോടെയും കൊല കുത്തിയിട്ടാണ് നമുക്ക് തക്കാളി ഇതിനകത്ത് പിടിക്കുന്നത്. ഇതിൻ്റെ പിന്നെ സക്കറൊന്നും ഞാൻ നുള്ളി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാത്തിലും നമുക്ക് കായൊക്കെ വരുന്നുണ്ട്. താഴെ മുതലേ നമുക്ക് കായൊക്കെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. താഴെയുള്ളതായ ഈ അഴുക്ക ഇലയൊക്കെ നമ്മൾ നുള്ളി മാറ്റണം. അത് മാത്രം മതി. എല്ലാത്തിനും മുകളിൽ വരെ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എന്നാൽ ഇഷ്ടം പോലെ പൂക്കൾ, മണ്ട വരെ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ജൈവസ്ലറി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തക്കാളി പഴുത്ത് കഴിഞ്ഞു കണ്ടോ. എബിൻ പറയുന്നത് ഇവിടെ ടെറസ് മുഴുവനും അങ്ങ് തക്കാളി ആക്കിക്കൊള്ളാനാണ് പറയുന്നത്. ടെറസിലോട്ടൊക്കെ കയറി വരുമ്പം സമാധാനത്തെ പിച്ച് കഴിക്കാമല്ലോ. നമുക്ക് വിഷമൊന്നുമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാം ഇനി നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇത് സുന്ദരിക്കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മുട്ടൻ തക്കാളിയാണ് കണ്ടോ. എല്ലാം നല്ല മണ്ട വരെ തക്കാളിയാണ് കണ്ടല്ലോ. ഇവിടെ എല്ലാം പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൊമ്പുകളെല്ലാം നിങ്ങൾ കെട്ടിയിടണം. ഓരോ കൊമ്പും കെട്ടിയിട്ടെങ്കിൽ മാത്രമേ അത് കാറ്റത്തൊക്കെ വീഴാതിരിക്കുകയുള്ളൂ. മാസത്തിൽ 2 തവണ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പറിക്കാറായ കായകളൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കാം. 2 തവണ അല്ലെങ്കിൽ മാസത്തിൽ 1 തവണ ഒഴിച്ചാലും മതി. നിങ്ങളിത് ഒഴിക്കണം. അതിൻ്റെ റിസൾട്ട് എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അത്ര മാത്രം വ്യത്യാസം നമുക്ക് ചെടികളിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ശീതകാല പച്ചക്കറികളായ ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാത്തിലും നമുക്കിത് തളിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പയറിനകത്ത് നമുക്ക് ലീഫിലൊക്കെ തളിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ചീര, അതുപോലെ കറിവേപ്പ് ഇതിനകത്തൊക്കെ ഇത് തളിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ ചീര പൂത്തു പോകാനായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ കറിവേപ്പിനും നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ട. ബാക്കി എല്ലാത്തിനും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. നല്ലതുപോലെ നിങ്ങൾക്ക് പച്ചക്കറികൾ നല്ല പച്ചപ്പോടുകൂടിയും നല്ല കാഫലത്തോടുകൂടിയും വളർന്നു വരാനായിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പം ഇത് കുരുമുളകിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ടർട്ടിൽ വൈനിനകത്തോട്ടൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല പച്ചപ്പോടുകൂടി വളർന്നു വരും.
എല്ലാ ചെടികൾക്കും നല്ലതാണ്. റോസിന് എല്ലാം നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണിത്. ഇനി നമ്മുടെ വാണ്ടറിൻ ജൂനും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടർട്ടിൽ വൈൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതൊക്കെ ഉള്ള ഈസി ആയിട്ടുള്ള വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാണ്ടറിൻ ജൂ അവിടെ കണ്ട് നല്ല തഴച്ച് വളർന്ന് വരുന്നുണ്ട്. ഇത് നമ്മുടെ ടർട്ടിൽ വൈന് നമ്മൾ തണലത്ത് ഇട്ട് വളർത്തുന്നതാണ് നല്ലത്. ഒരുപാട് വെയിലതിന് തട്ടരുത്. പക്ഷേ വാണ്ടറിൻ ജൂ എവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. വെയിലത്ത് നിന്നാലും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഗ്ലേസിങ് ഒക്കെ ആയിരിക്കും ഇതിലേക്ക്. ഇപ്പോൾ ഈ കുരുടിച്ച് നിൽക്കുന്ന റോസൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് അതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ കുരുടി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്കത് എപ്സം സാൾട്ട് തളിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്സം സാൾട്ടിനെ കുറിച്ചിട്ട്, അതായത് ഈ മഗ്നീഷ്യം സൾഫേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന രീതിയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാജിക് പരിചയപ്പെടുത്തിയായിരുന്നു അല്ലേ? തന്നെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മാജിക്ക് നമ്മൾ നമ്മുടെ അടുത്തുള്ളതായ സീഡ് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ അത് ഓർഗാനിക് തന്നെയാണെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നത്. അപ്പം ഞാൻ എന്ത് സാധനം മേടിച്ചാലും ഞാൻ പ്രത്യേകം ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഓർഗാനിക്കായിട്ടാണ് എല്ലാം കൃഷി ചെയ്യുന്നത്, ജൈവ രീതിയിൽ തന്നെയാണ് എല്ലാം കൃഷി ചെയ്യുന്നത്. രാസവളങ്ങൾ പോലും നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചു, നമ്മൾ കൊണ്ടുവന്ന് പ്രയോഗിക്കുകയും ചെയ്തു. നമ്മളൊരു വീഡിയോയും ഇട്ടു. നല്ല റിസൾട്ട് ഞങ്ങൾ പറയാറുണ്ടല്ലോ, നമ്മളെല്ലാം ട്രൈ ചെയ്ത് റിസൾട്ട് വന്നെങ്കിലേ ഇടാറുള്ളൂ. നല്ല റിസൾട്ടും വന്ന് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോഴാണ് കുറേ പേര് കമൻറ്റ് ചെയ്തത്, ചേച്ചി ഇത് ഓർഗാനിക് അല്ല, ഇതിനകത്ത് കെമിക്കൽസ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കമൻസ് വന്നപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കൃഷി ഓഫീസറിനായിട്ട് കൺസൾട്ട് ചെയ്തു. എന്താണ് മാം ഇങ്ങനെയാണോ, ഇത് കെമിക്കലാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? കെമിക്കലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വളരെ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാം. 3 ml എടുക്കുമ്പോൾ 10 ലിറ്റർ വെള്ളമെങ്കിലും ചേർത്തിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തിൽ ഈ മുഞ്ഞ, അതുപോലെ വെള്ളീച്ച, മിലി ബഗ്, പുഴു, ഇതൊക്കെ ഉറുമ്പ്, ഇതിനൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പച്ചക്കറികൾ നമുക്ക് പരുവമായിട്ട് നമുക്ക് എടുക്കാൻ പ്രായമായിട്ട് നിൽക്കുന്ന പച്ചക്കറികളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തളിക്കാതിരിക്കുക എന്നും പറഞ്ഞു. പക്ഷേ എങ്കിൽ നല്ല റിസൾട്ടാണ് അത് കിട്ടിയത് കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചീരയ്ക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇല വർഗ്ഗത്തിനൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിലും വരുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈൽ ലൈക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.